ചീസി സ്പാഗറ്റി. സോ ഞാൻ ഇന്നൊരു ചീസി സ്പാഗറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആദ്യം സ്പാഗറ്റി വേണം, പിന്നെ മഷ്റൂം നല്ലപോലെ ക്ലീൻ ചെയ്യണം. ദെൻ ക്യാപ്സിക്കം അതിനെയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ വന്ന സ്പാഗറ്റീനെ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ദെൻ നമ്മൾ മഷ്റൂമിനെ ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് സാൾട്ടോ പെപ്പറോ ഒക്കെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യാം. ദെൻ അതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ ആൻഡ് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. അതിനെയും ഒരു 5 minutes കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ചീസി അല്ലെങ്കിൽ മിൽക്കി സോസ് ഉണ്ടാക്കണമല്ലോ. സോ അതിനാദ്യം മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് ഒന്ന് ബോയിലായി വരുമ്പോൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മഷ്റൂമും ക്യാപ്സിക്കവും ടൊമാറ്റോ ഒക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മളെ മെയിൻ ഐറ്റം ചീസ് ആഡ് ചെയ്യേണ്ട ടൈമാണ്. അതൊന്ന് മെൽട്ടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. സോ ബോയിലായി തുടങ്ങി. സോ എല്ലാ വെജീസും നമ്മളെ ചീസായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. വെജീസിനൊക്കെ ആ ഒരു ചീസിൻ്റെ ഫ്ലേവർ കിട്ടണം. സോ അതിന് വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ചീസി സ്പാഗറ്റി, ഡ്രമാറ്റിക് സ്പാഗറ്റി ഇവിടെ റെഡിയായി. നമുക്കത് ഹോട്ടായിട്ടൊന്ന് സെർവ് ചെയ്യാം. സോ നല്ലൊരു മണവും ടേസ്റ്റൊക്കെയാണ് ഇതിന്. മഷ്റൂമിനും ക്യാപ്സിക്കത്തിൻ്റെയും ഒക്കെ ആ ഒരു ചീസിൻ്റെ സ്മെല്ലൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ കഴിക്കുമ്പോഴും നിങ്ങൾക്കതറിയാം, ആ ഒരു മഷ്റൂം ക്യാപ്സിക്കം കോമ്പിനേഷൻ ഇസ് സോ ടേസ്റ്റി. ഇത് നിങ്ങൾക്ക് ലഞ്ച് ടൈമിനും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയി നിങ്ങൾക്കത് കഴിക്കാം. ഇറ്റ് സോ ഈസി ടു മേക്ക്. സോ ഒന്ന് ഉണ്ടാക്കി എല്ലാവരെയും ഒന്ന് ഇംപ്രസ് ചെയ്തൂടെ? ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഹോട്ടായിട്ട് തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ ഹോട്ടായിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാലോ, നൂഡിൽസ് ആയാലും അല്ലെങ്കിൽ സ്പാഗറ്റി ആയാലും അല്ലെങ്കിൽ ഏതൊരു ഫുഡായാലും അത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. സോ ഹോട്ടായിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.